മേക്കിംഗ് സാമ്പിൾസ് ഓഫ് നെക്ക് എഡ്ജ് ഫിനിഷിംഗ് എന്ന ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സെഷന്റെ അവസാനം ബൈൻഡിംഗ്, പൈപ്പിംഗ് എന്നിവ ഉപയോഗിച്ച് നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യാൻ പഠിക്കും. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്: ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീൻ ഒരെണ്ണം, അയൺ ബോക്സ് ഒരെണ്ണം, ഹാൻഡ് നീഡിൽ ഒരെണ്ണം, സിസേഴ്സ് ഒരെണ്ണം, ഡ്രസ് മേക്കർ സ്പിൻ ഒരു ബോക്സ്, ലോങ് ക്ലോത്ത് ഓർ പോപ്ലിൻ 1 മീറ്റർ, സൂയിങ് ത്രെഡ് ഒരെണ്ണം. നെക്ക് ലൈൻ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. നെക്ക് ലൈൻ ഡിസൈന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ ഗാർമെന്റ് സ്റ്റൈലിനെ അത് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ഗാർമെന്റ് വിയർ ചെയ്യുന്ന പേഴ്സണ് അത് വളരെ സ്യൂട്ട് ആകും. നെക്ക് ലൈൻസ് സ്പെഷ്യൽ ആക്യുറസിയോടെ ഫിനിഷ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഇത് അറ്റൻഷനെ ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യും. എല്ലാ നെക്ക് ഡിസൈനുകളും പ്രധാനമായും 3 ഷേപ്പിലാണ് റിഗാർഡഡ് ആയിട്ട് ഉള്ളത്. അതായത് റൗണ്ട്, സ്ക്വയർ, പിന്നെ വി ഷേപ്പ്. ഇതിലാണ് വേരിയേഷൻസ് ഉള്ളത്. നെക്ക് ലൈൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഡ്രസ്സിന്റെ പർപ്പസ് വളരെ പ്രധാനമാണ്. പ്രിഡോമിനന്റ് ആയ ഡെക്കറേറ്റീവ് ഫീച്ചേഴ്സ് കാഷ്വൽ വിയർ അല്ലെങ്കിൽ യൂണിഫോംസിൽ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ നെക്ക് ലൈനിന്റെ ഷേപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ധരിക്കുന്നയാളിന്റെ ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്യുന്നതും വളരെ പ്രധാനമാണ്. ചില സ്യൂട്ടബിൾ കോമ്പിനേഷൻസ് നമുക്ക് താഴെ കാണാം. റൗണ്ട് ഫേസിന് ലോങ് പോയിന്റഡ് കോളർ ഓർ വി നെക്ക്. ബ്രോഡ് ഫേസ് ആൻഡ് ഷോർട്ട് നെക്കിന് ലോങ് പോയിന്റഡ് കോളർ ഓർ വൈഡർ നെക്ക് ഷേപ്സ്. ലോങ് സ്ലെൻഡർ ഫേസിന് ഷോർട്ട് കോളർ പോയിന്റ്സ് ആൻഡ് ബ്രോഡ് സ്പേസിംഗ് ബിറ്റ്വീൻ ദി പോയിന്റ്സ് ഓർ ക്ലോസ് നെക്ക്. റിമെമ്പർ, നെക്ക് ലൈൻ നോച്ചസിന്റെ എഡ്ജ് ഓഫ് കോർണറിൽ ബൾജ് അവോയ്ഡ് ചെയ്യാൻ ഇൻവേർഡ് കേർവ്സ് നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം. റൈറ്റ് സൈഡ് ഫേസിംഗ് ടോപ്പിന്റെ നെക്ക് ലൈൻ എഡ്ജിൽ ബൾജ് അവോയ്ഡ് ചെയ്യാൻ നെക്ക് ലൈന് ക്ലോസ് ആയിട്ട് റൈറ്റ് സൈഡിൽ സ്റ്റിച്ചിങ് ഉറപ്പായിട്ടും കൊടുക്കണം. പിന്നെ ഷോൾഡർ സീം അലവൻസ് ഉറപ്പായിട്ടും ഓപ്പൺ ആയിട്ട് പ്രസ് ചെയ്ത് വെച്ചിരിക്കണം. നേരോ ഫേസിംഗ് യൂസ് ചെയ്യണമെങ്കിൽ അത് ബോഡീസ് ഫാബ്രിക്കിന് ഹെമ്മഡ് ആയിട്ടിരിക്കണം. സ്ക്വയർ അല്ലെങ്കിൽ വി ഷേപ്ഡ് നെക്ക് ലൈൻസിന് കോർണേഴ്സ് അല്ലെങ്കിൽ പോയിന്റ്സിൽ ഉറപ്പായിട്ടും ക്ലിപ്പിംഗ് ചെയ്തിരിക്കണം. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ബൾജിംഗ് അവോയ്ഡ് ചെയ്ത് ഫ്ലാറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യാം. ഫിനിഷിംഗ് ദ റോ എഡ്ജസ് ഓഫ് നെക്ക് ലൈൻ. ഗാർമെന്റ്സിന്റെ റോ എഡ്ജ് ഫിനിഷിംഗ് ചെയ്യാൻ ഒരുപാട് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അവയാണ് ബോട്ടം, ആം ഹോൾ, നെക്ക് ലൈൻ തുടങ്ങിയവ. ഹെമ്മിങ് ഒഴികെ ഗാർമെന്റ്സിന്റെ റോങ് സൈഡിലുള്ള റോ എഡ്ജ് ടേൺ അപ്പ് ചെയ്യണം. എഡ്ജ് ഫിനിഷിംഗ് ചെയ്യാൻ ഇനിയും 2 മെത്തേഡുകൾ കൂടി ഉണ്ട്. അവയാണ് ഫേസിംഗ് ആൻഡ് എൻക്ലോസിംഗ് ഓഫ് എഡ്ജസ്. ഫേസിംഗ് ആൻഡ് എൻക്ലോസിംഗ് ഓഫ് എഡ്ജസിന് മെറ്റീരിയൽ യൂസ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് സ്ട്രെയിറ്റ് ഗ്രെയിൻ അല്ലെങ്കിൽ ബയാസ് കട്ട് ചെയ്യാം. അതായത് റാപ്പ് ആൻഡ് വെഫ്റ്റിന് ഡയഗണലായിട്ടുള്ള 45 ഡിഗ്രീസ് ആംഗിളിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്തേ തീരൂ. പൈപ്പിംഗ് ഓർ കോർഡിംഗ്. പൈപ്പിംഗ് എന്നാൽ ഡെക്കറേറ്റീവ് എഡ്ജ് ഫിനിഷിങ്ങിനുള്ള ഒരു മെത്തേഡാണ്. ഇത് ബയാസ് മെറ്റീരിയലിൽ നിന്നും കട്ട് ചെയ്യുന്നതാണ്. കോർഡിംഗ്, ഇത് പൈപ്പിംഗ് എന്നും പറയാം. വെറൈറ്റി ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഫാബ്രിക്കിലും അവൈലബിൾ ആയിട്ടുള്ള ട്രിം ആണ് ഇതിൽ ഫിനിഷ് ചെയ്യാറ്. ഭൂരിപക്ഷം റെഡിലി അവൈലബിൾ ആയിട്ടുള്ള പൈപ്പിങ്ങും കോട്ടണിൽ ആയിരിക്കും. ഇതിന്റെ പാക്കേജ് ബയാസ് ബൈൻഡിങ്ങിന് സിമിലർ ആയിരിക്കും. മറ്റുള്ള കോമൺ സ്റ്റൈൽസ് എല്ലാം സിൽക്ക്, സാറ്റിൻ, ലെതർ ആൻഡ് സ്യൂഡിൽ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇത് ഒന്നുകിൽ സെൽഫ് ഫാബ്രിക്, അതായത് ഓർണമെന്റ് ചെയ്യാവുന്ന ഒബ്ജക്റ്റിന്റെ സെയിം ഫാബ്രിക് ആയിരിക്കും. അങ്ങനെയല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ഫാബ്രിക്, അതുമല്ലെങ്കിൽ ലെതറിൽ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഈ പൈപ്പ് ഫാബ്രിക്കിന്റെ 2 ലേയേഴ്സിന്റെയും നടുവിലാണ് സ്റ്റിച്ച് ചെയ്യുക. ഇത് കാരണം എഡ്ജിൽ ഒരു ഫ്ലാറ്റ് വെൽറ്റ് ഫോം ആവും. കോർഡ് ഉപയോഗിച്ചും നമ്മളെക്കൊണ്ട് പൈപ്പ് ഫിൽ ചെയ്യാൻ സാധിക്കും. അപ്പോഴേ വെൽറ്റ് അധികം സ്ട്രോങ് ആയിട്ടും അധികം കോൺസ്പീഷ്യസ് ആയിട്ടും ചെയ്യാൻ പറ്റൂ. എക്സ്ട്രാ സ്ട്രെച്ചിനും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടി
ഫാബ്രിക് സ്ട്രൈപ്പ് യൂസ് ചെയ്ത് കോർഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ ബയാസിൽ നിന്നും കട്ട് ചെയ്യണം. പൈപ്പിംഗ് ഓർ കോർഡിംഗ്. വർക്കിംഗ് മെത്തേഡ് ഓഫ് പൈപ്പിംഗ്. ഷേപ്പ് നെക്ക് ലൈൻ മെഷർ ചെയ്ത് പൈപ്പിംഗ് ഓർ കോഡിംഗ് പീസിനെ നെക്ക് ലൈൻ മെഷർമെൻറ്റ് ആൻഡ് 3 cm വൈഡിൽ അധികമായിട്ട് ലെങ്ത് 3 cm to 4 cm ഉള്ള രീതിയിൽ കട്ട് ചെയ്യണം. പ്ലാക്കറ്റ് ഓർ സിപ്പർ ഓപ്പ് ചെയ്ത് സീം ലൈനിൻ്റെ ഔട്ട്സൈഡിൽ ഉള്ള കോർഡിൻ്റെ ഗാർമെൻറ്റ് റൈറ്റ് സൈഡ് കോർഡിങ്ങുമായിട്ട് പിൻ ചെയ്യണം. ശേഷം സീം ലൈനിൻ്റെ അകത്തുള്ള കോർഡിംഗ് സ്റ്റിച്ച് ലൈനിൽ എക്സസ് ആയിട്ടുള്ള കോഡിംഗ് എൻസിൽ അവശേഷിപ്പിക്കണം. എൻസിൽ ഫാബ്രിക്കിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടി സ്റ്റിച്ചിങ് ആഡിംഗ് കോഡ് മതിയായ അളവിൽ റിലീസ് ചെയ്തിട്ട് അതിനുശേഷം പ്ലാക്കറ്റ് എഡ്ജസിന് ഈവണായിട്ട് വരുന്ന രീതിയിൽ കോർഡ് കട്ട് ചെയ്യണം. ഫാബ്രിക്കിൻ്റെ എൻസ് 6 mm ആയിട്ട് വരുന്ന രീതിയിൽ ട്രിം ചെയ്യണം. ടാക്കിംഗ് റിമൂവ് ചെയ്യണം. ഗാർമെൻറ്റിൽ കോഡിംഗ് ടാഗ് ചെയ്തിട്ട് പിൻസ് റിമൂവ് ചെയ്യണം. സിബർ ഫുട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നീഡിലിൻ്റെ റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി കോർഡിങ് ഗാർമെൻറ്റുമായിട്ട് സ്റ്റിച്ച് ചെയ്യുക. കോർഡിനും സ്റ്റിച്ചിങ് എൻകേസിംഗ് ദ കോർഡിനും ഇടയിൽ സ്റ്റിച്ച് ചെയ്യുക. ടാക്കിംഗ് റിമൂവ് ചെയ്യുക. റൈറ്റ് സൈഡ്സ് ടുഗദറായിട്ട് വെച്ച് ഫേസിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുക. ശേഷം ഗാർമെൻറ്റ് പിൻ ചെയ്ത് ടാഗ് ചെയ്യുക. ഗാർമെൻറ്റ്സിൻ്റെ ഇൻസൈഡിൽ സിപ്പർ ഹൗസിന് ചുറ്റും വാർപെൻസ് എഫേസിംഗ് ചെയ്യുക. റോങ് സൈഡ്സ് ഓഫ് ഗാർമെൻറ്റ്സിൽ ഗാർമെൻറ്റിൻ്റെ സീം ലൈനിൽ വരുന്ന രീതിയിൽ ഫേസിംഗ് സ്റ്റിച്ച് ചെയ്യുക. സീം ഫ്ലാറ്റ് പ്രസ് ചെയ്യുക. സീംസിൻ്റെ ക്രോസിലും പിന്നെ കോർണർസിലും ഡയഗണലായിട്ട് സീം അലവൻസസ് ട്രിം ചെയ്യുക. സീം ഓപ്പൺ പ്രസ് ചെയ്തതിനു ശേഷം ഗാർമെൻറ്റിലേക്ക് തള്ളിപ്പോകുന്ന രീതിയിൽ ഫേസിംഗ് ആൻഡ് സീം അലവൻസസ് പ്രസ് ചെയ്യുക. ഗാർമെൻറ്റിൽ നിന്നും വിട്ടുവരുന്ന എക്സ്റ്റെൻഡിങ് ഫേസിംഗ് ആൻഡ് സീം അലവൻസസ് ശേഷം നെക്ക് സീം ലൈനുമായിട്ട് അണ്ടർസ്റ്റിച്ച് ചെയ്യുക. സീം അലവൻസിനുള്ളിൽ പോകുന്ന രീതിയിൽ സിപ്പർ ഫുട്ട് യൂസ് ചെയ്ത് റൈറ്റ് സൈഡ് ഓഫ് ഫേസിംഗ് സ്റ്റിച്ച് ചെയ്യുക. ഫേസിംഗ് ഇൻസൈഡിലേക്ക് ടേൺ ചെയ്തിട്ട് പ്രസ് ചെയ്യുക. ഷോൾഡറിൽ വരുന്ന ഗാർമെൻറ്റിൻ്റെ ഫേസിംഗ് ടാഗ് ചെയ്യുക. ഫാബ്രിക്കിലുള്ള കോഡിങ്ങിൻ്റെ എൻസ് ടാഗ് ചെയ്തിട്ട് സിബർ ടേപ്സ് ഉപയോഗിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ഫേസിംഗ് എൻസ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഫാസ്റ്റ്നേഴ്സ് അറ്റാച്ച് ചെയ്യുക. ബൈൻഡിംഗ്. ബൈൻഡിങ്ങിൽ നമ്മൾ റോ എഡ്ജസ് ഫിനിഷ് ചെയ്ത് സ്ട്രെയിറ്റൻ ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ ഗാർമെൻറ്റിൽ ഡെക്കറേറ്റീവ് ട്രിം ആഡ് ചെയ്യുവാൻ വേണ്ടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫിനിഷിംഗ് വളരെ നീറ്റായിരിക്കും. പിന്നെ റിവേഴ്സിബിൾ ഗാർമെൻറ്റ്സിനും ഉപയോഗിക്കാറുണ്ട്. നെക്ക് ലൈൻസ്, ആം ഹോൾസ്, സ്ലീവ് എഡ്ജസ്, ഫ്രണ്ട് ക്ലോസിംഗ്, കോളേഴ്സ്, കഫ്സ് ആൻഡ് സീംസ് ഇതെല്ലാം ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. റെഡിമെയ്ഡ് ബയാസ് ബൈൻഡിംഗ് പീസും ഇതിൽ ഉപയോഗിക്കാറുണ്ട്. ബയാസ് ബൈൻഡിംഗ് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സിംഗിൾ ബൈൻഡിംഗ് ഫിനിഷ്ഡ് വിഡ്ത്ത് പ്ലസ് 2 സീം അലവൻസസ് ഡബിൾ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യും. ഈ ബൈൻഡിങ്സ് ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് കർവിലുള്ള ഫേസിങ്ങിന് ഓപ്പോസിറ്റ് മാനറായിട്ട് വരുന്ന രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും. ഇൻവേർഡ് കർവ്സിൽ ബയാസിനെ സ്ട്രെച്ച് ചെയ്ത് ഔട്ട്വേർഡ് കർവ്സിൽ ഈസ് ആകുന്ന രീതിയിൽ ശ്രദ്ധിക്കണം. ഡബിൾ ബൈൻഡിംഗ് അല്ലെങ്കിൽ ഫ്രഞ്ച് ബൈൻഡിംഗ് ഷിയർ ഫാബ്രിക്സിലാണ് യൂസ് ചെയ്യാറ്. ഇവിടെ റിക്വയർഡ് വിഡ്ത്തിനേക്കാളും ഇതിൻ്റെ വിഡ്ത്ത് 4 to 6 ടൈംസ് ഉണ്ടാവണം. ഈ ബൈൻഡിംഗ് പീസ് ഫസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ശേഷം ഗാർമെൻറ്റിൽ അപ്ലൈ ചെയ്യണം. ഇത് കോർഡഡ് എഫക്റ്റ് വിത്ത് ഫിനിഷിംഗ് നൽകും. റീക്യാപ്പ്. ഈ സെഷനിൽ നിങ്ങൾ പഠിച്ചത് ബൈൻഡിംഗ്, പൈപ്പിംഗ് എന്നിവ ഉപയോഗിച്ച് നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യുക എന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന്. പുതിയൊരു കൺസെപ്റ്റുമായി വീണ്ടും കാണാം. നന്ദി.